സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജീവനക്കാരികൾ നടത്തിയ തട്ടിപ്പ് വലിയ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു കാര്യമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ജീവനക്കാരികൾ ദിയയുടെ സ്ഥാപനത്തിൽ നടത്തിയത്. ഇപ്പോൾ ദിയയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രമായി. സ്ഥാപനത്തിൽ നിന്നും 66 ലക്ഷം രൂപയാണ് നഷ്ടമായതെന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലുള്ളത്. സ്ഥാപനത്തിലെ 3 മുൻ ജീവനക്കാരികളും അവരിലൊരാളുടെ ഭർത്താവും കേസിൽ പ്രതിയാണ്. ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ദിയ കൃഷ്ണ നടത്തുന്ന ആഭരണക്കടയായ OBYOCയിലെ QR കോഡിൽ കൃത്രിമം കാണിച്ചാണ് 3 ജീവനക്കാരികൾ പണം തട്ടിയെടുത്തത്. തട്ടിയെടുത്ത പണം പ്രതികൾ ആഡംബര ജീവിതത്തിനായി ചിലവഴിച്ചെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. വിശ്വാസവഞ്ചന, മോഷണം എന്നീ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ദിയ സ്ഥാപനത്തിൽ സ്ഥാപിച്ച QR കോഡിന് പകരം പ്രതികൾ അവരുടെ QR കോഡ് സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതേസമയം ജീവനക്കാരികളുടെ എതിർ പരാതിയിൽ കഴമ്പില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ചായിരുന്നു ഇവർ കൃഷ്ണകുമാറിനെതിരെയും ദിയക്കെതിരെയും പരാതി നൽകിയത്. തുടർന്ന് കൃഷ്ണകുമാർ, ദിയ, സുഹൃത്ത് സന്തോഷ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കവടിയാറിൽ പ്രവർത്തിക്കുന്ന ദിയയുടെ OBYOC എന്ന ആഭരണങ്ങളും സാരിയും വിൽക്കുന്ന സ്ഥാപനത്തിലാണ് QR കോഡിൽ തിരിമറി നടത്തി ജീവനക്കാരികൾ പണം തട്ടിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ജീവനക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത്. ഈ പരാതിയിൽ കഴമ്പില്ലെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്.